നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത് നമ്മളെ സബ്സ്ക്രൈബർ പറഞ്ഞതാണ് നമുക്കൊരു ക്യൂട്ട് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാൻ. അപ്പോൾ ഇതാ അതിന് നമ്മൾ പേപ്പർ ഇതാ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാ കണ്ടോ, പേപ്പർ ഇങ്ങനെ ഓരോ ഇമോജീസ് വെച്ചിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ കുറച്ച് കട്ട് ചെയ്തിട്ടുള്ളൂ, കാരണം എനിക്ക് അത്ര ക്ഷമയൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് കട്ട് ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്ക് അടുത്ത പണിയെന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിൽ ബട്ടർ പേപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം. ഇല്ലെങ്കിൽ ഇതുപോലെ എണ്ണ തേച്ച് ഉണക്കിയിട്ടുള്ള പേപ്പറാണ് ഞാനിവിടെ യൂസ് ചെയ്യണത്. എണ്ണ തേച്ച് കുറച്ച് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് 30 മിനിറ്റോളം വെയിലത്ത് വെച്ചിട്ട് അതിന് ശേഷം ഒന്ന് അയൺ ചെയ്തെടുത്ത പേപ്പറാണ് കേട്ടോ ഇതിന്മേൽക്ക് നമുക്കിതാ ഈ ഒരു സെലോ ടേപ്പ് ഫുള്ളായിട്ട് കവർ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കണം. ഇതാ ഇതുപോലെ ഫുള്ളായിട്ട് ഇത് കംപ്ലീറ്റായി ഇതിൻ്റെ ഇവിടെ മുതൽ ഇവിടെ അറ്റം വരെ ഒട്ടിച്ചു കൊടുക്കണത്. നമുക്കിത് ഒട്ടിച്ചു കൊടുത്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇത് ഫുള്ള് സെലോ ടേപ്പ് വെച്ചിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ ഇതാ ഈ ഓരോ സ്റ്റിക്കറായിട്ട് വെച്ച് കൊടുക്കണം കേട്ടോ. അതാ ഇതുപോലെ ഓരോ സ്റ്റിക്കറായിട്ട് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേലെ പിന്നെയും ഈ സെലോ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ അതും ചുറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ആകെയുള്ളൊരു കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെ പേപ്പർ ഇമോജി വരച്ചിട്ട് പേപ്പർ കട്ട് ചെയ്യുമ്പോൾ ഒരിക്കലും സ്പേസ് വിടാതെ കട്ട് ചെയ്യരുത് കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റിക്കറായി തോന്നില്ല, അതുകൊണ്ടാണ് സ്പേസ് വിട്ടിട്ട് കട്ട് ചെയ്യണമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇതാ നമ്മളിത് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുറച്ച് സ്പേസ് വിട്ടിട്ട് ഇതിൻ്റെയും കുറച്ച് സ്പേസ് വിട്ടിട്ട് വേണം കട്ട് ചെയ്യാൻ. കണ്ടോ, ഇതാ ഇത്രക്കെങ്കിലും സ്പേസ് വിടണം കേട്ടോ. ഇനി നമുക്കിത് 4 കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ആ 4 നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വർക്കിംഗ് ആണോ അല്ലേ നോക്കാം. അപ്പോൾ ഇതിൽ നിന്ന് എടുക്കാൻ കുറച്ച് പണിയാണ്. അപ്പോൾ നമുക്ക് എടുത്തിട്ട് കാണിച്ചു തരാം. കുറച്ച് വെള്ളമാക്കിക്കാണ്ട് ഒന്ന് എഴുതി കൊടുത്താൽ മതി, അപ്പോൾ തന്നെ കിട്ടും. ഇനി ഇത് നമുക്കിതിങ്ങനെ നേരെ വലിച്ചെടുക്കുക, ഇതിങ്ങനെ പീൽ ചെയ്തെടുക്കുക. കണ്ടോ, നല്ല സാറ്റിസ്ഫാക്ഷനാണ് ഇത് പീൽ ചെയ്തെടുക്കുമ്പോൾ. കണ്ടോ, ഇനി നമുക്ക് പൗഡർ ഒട്ടിക്കാം. ഇതിൻ്റെ ഒരു ചാനൽ ബുക്ക് എടുത്തിട്ടുണ്ട്. ഇതിൽ ഒരു പേജിൽ നമുക്ക് ഒട്ടിച്ചെടുത്ത് നോക്കാം. ഇവിടെ നമുക്ക് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ സ്റ്റിക്കർ ഇതാ റെഡി ആയിട്ടുണ്ട്. വാട്ടർ പ്രൂഫാണ്. ഇനി നിങ്ങൾക്ക് സ്കൂളിലൊക്കെ പോയി കുറച്ച് മെയിൻ ആവാനൊക്കെ പറ്റും കേട്ടോ. ഈ ഞാനുണ്ടാക്കിയ സ്റ്റിക്കർ തന്നെയാണെന്നൊക്കെ പറഞ്ഞിട്ട്. ഇനി വേറൊരു മെത്തേഡ് സ്റ്റിക്കറും കൂടെ കാണിച്ചു തരാം. വാട്ടർ പ്രൂഫ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രാൻസ്പെറൻറ്റ് ടാപ്പ് ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. 2 ഭാഗത്തൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ബാക്കിൽ നിന്ന് ഡബിൾ സൈഡ് ടാപ്പ് ഒട്ടിച്ചിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അല്ല നിങ്ങൾക്ക് ഗ്ലൂ സ്റ്റിക്ക് ആക്കിയിട്ടും യൂസ് ആക്കാം. ഗ്ലൂ സ്റ്റിക്ക് ആക്കിയിട്ടെന്ന് വെച്ചാൽ ഗ്ലൂ സ്റ്റിക്ക് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് ഉണക്കാൻ വെക്കുക. അപ്പോൾ ഇത് ഉണങ്ങിയതിന് ശേഷം നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യണോ അപ്പോൾ കുറച്ച് വെള്ളം ഇങ്ങനെ ഒപ്പിക്കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് അത് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഗ്ലൂ സ്റ്റിക്ക് കൊണ്ടും കാണിച്ചിരുന്നത്, ഡബിൾ സൈഡ് ടാപ്പ് കൊണ്ടും കാണിച്ചത്. ഞാനിനി ഇത് വാട്ടർ പ്രൂഫാക്കി ഡബിൾ സൈഡ് ടാപ്പ് വെച്ചിട്ട് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ സെലോ ടേപ്പ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ബാക്കിൽ തന്നെ ഡബിൾ സൈഡ് ട്രാൻസ്പെറൻറ്റ് ഡബിൾ സൈഡ് ടാപ്പ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പീൽ ചെയ്ത് നമുക്ക് ഒട്ടിച്ചു കൊടുത്ത് നോക്കാം. ഏതാണ് ഞങ്ങൾക്ക് ഇഷ്ടമെന്ന് നിങ്ങളെ ഇഷ്ടം പോലെ കാണിക്കുക. ഞാനിപ്പോൾ 2 സൈഡിലും സെലോ ടേപ്പ് ഒട്ടിച്ചിട്ടില്ല കേട്ടോ. ഇവിടെ മാത്രമേ സെലോ ടേപ്പ് ഒട്ടിച്ചിട്ടുള്ളൂ. ഇതാ കണ്ടോ, നമുക്ക് പീൽ ചെയ്യാം. അതുപോലെ തന്നെ ജേർണൽ ബുക്ക് പിന്നെയും തുറക്കാം. ഈ ഒരു ജേർണൽ തന്നെ ആയിക്കോട്ടെ. ഇതാ ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. കണ്ടോ. അപ്പോൾ ഇതാ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ സ്കൂളിൽ 6ലൊക്കെ ആയിട്ട് ചെയ്തെടുത്ത കുറച്ച് സ്റ്റിക്കേഴ്സാണ് കേട്ടോ. ക്യൂട്ട് സ്റ്റിക്കേഴ്സ് എന്നൊക്കെ ബോർഡ് ഹെഡിങ് എഴുതി കൊടുത്തിട്ട് കണ്ടോ. അപ്പോൾ ഏത് സ്റ്റിക്കറാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ എന്താ വേണ്ടതെന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ വരുന്നേക്കും. ബൈ, അസ്സലാമു അലൈക്കും.